നദികളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തി സംഘടിപ്പിച്ച നമസ്തേ കിള്ളിയാർ നദീവന്ദനം ശ്രദ്ധേയമായി. തിരുവനന്തപുരം നെടുമങ്ങാട് തീർത്ഥങ്കരയിൽ നിന്നും ആരംഭിച്ച യാത്ര തിരുവല്ലത്ത് സമാപിച്ചു. ജന്മഭൂമി ദിനപത്രം സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരനാണ് യാത്ര നയിച്ചത്. പുഴയും പ്രകൃതിയും മലീമസമാക്കുന്നതിനെതിരെയാണ് യാത്ര. എല്ലാം വലിച്ചെറിയാനുള്ളതല്ല നമ്മുടെ ജലാശയങ്ങൾ എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് യാത്ര കടന്നുപോയത്. നമസ്തേ കിള്ളിയാർ നദീവന്ദന യാത്ര എന്ന പേരിൽ തിരുവനന്തപുരം നെടുമങ്ങാട് തീർത്ഥങ്കരയിൽ നിന്ന് മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലാണ് യാത്ര സംഘടിപ്പിച്ചത്. പ്രകൃതിയെയും നദികളെയും അമ്മയായി സങ്കല്പിക്കുന്ന പാരമ്പര്യമാണ് ഭാരതീയരുടേത്. പ്രകൃതിയും നദികളും സംരക്ഷിക്കപ്പെടേണ്ടത് മനുഷ്യ സമൂഹത്തിന് അനിവാര്യമാണെന്ന് കുമ്മനം ഓർമ്മിപ്പിച്ചു. ഇങ്ങനെ എത്രയോ നദികൾ മരിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു, നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇപ്പൊ അവശേഷിക്കുന്നത് 44 നദികളാണ്. ഈ 44 നദികൾ നമുക്ക് തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടണം. ജന്മഭൂമി സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് യാത്ര സംഘടിപ്പിച്ചത്. കല്ലിയോട്, നെടുമങ്ങാട്, ആറാംകല്ല്, ഏണീക്കര, മണ്ണാമൂല, മരുതംകുഴി, കല്ലടിമുഖം എന്നിവിടങ്ങളിൽ നദീ സംരക്ഷണ യോഗങ്ങൾ നടന്നിരുന്നു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നമസ്തേ കിള്ളിയാറിൽ അണിചേർന്നിരുന്നു. തിരുവല്ലത്ത് നടന്ന സമാപന പരിപാടിയിൽ കിള്ളിയാറിൽ ആരതി പൂജയും നടത്തിയ ശേഷം ജലസംരക്ഷണ പ്രതിജ്ഞയോടെയാണ് പരിപാടി സമാപിച്ചത്. ജനം, തിരുവനന്തപുരം.